ഭരണഘടനയിൽ 39 മുതൽ 42 വരെ ഭരണഘടനാ ഭേദഗതി എഴുതി ചേർത്തു. ആ ഭേദഗതിയിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വൃത്തികെട്ട തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഭരണഘടനയിൽ ചേർത്തത്. ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മതേതരത്വം എന്ന് പറയുന്നത് ഇത് എന്താണ് സാധനം എന്ന് ഇന്ന് വരെ ആർക്കും മനസ്സിലായിട്ടില്ലാത്ത, ഏത് കൊള്ളരുതായ്മയ്ക്കും ഉപയോഗിക്കുന്ന വാക്കായിട്ട് മതേതരത്വം എന്നുള്ളത് എഴുതി ചേർത്തത് പാർലമെൻറ്റ് സജീവമായിരിക്കുമ്പോഴല്ല, ഭരണഘടന നിലവിലിരിക്കുമ്പോഴല്ല, ജനാധിപത്യം നിലനിൽക്കുമ്പോഴുണ്ടാക്കിയ ഭരണഘടനാ നിയമം അല്ലത്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട രാത്രിയിൽ ഇന്ദിരാഗാന്ധിയുടെ അന്തഃപുരത്തിൽ വെച്ച് എഴുതി ചേർത്ത ഒരു കള്ള കാര്യമാണ് ഈ മതേതരത്വവും സോഷ്യലിസവും എന്ന് പറയുന്ന വാക്കുകൾ. എന്നിട്ട് അതാണ് ഭരണഘടനയുടെ ഏറ്റവും വലിയ മഹത്വം ഉള്ളതെന്നും പറഞ്ഞ് എല്ലാവരും കൊണ്ടു നടക്കുന്നത്. അപ്പം ഇതാണ് ഈ പുതുക്കെ ഈ ഭരണഘടന ഇതിപ്പോൾ ഭേദഗതികളിൽ വരുന്നത് കുറേ കാര്യങ്ങളുണ്ട്. ജഡ്ജിമാരെ ഇഷ്ടമുള്ളതുപോലെ നിയമിക്കാം, സീനിയോറിറ്റി നോക്കേണ്ടതില്ല, പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പാടില്ല, അവരൊരു അപ്രമാദിത്വമുള്ള ഒരു കേസും അവർക്കെതിരെ പാടില്ല. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലം പോലെയാണ്. രാജാക്കന്മാരെ പോലും ചോദ്യം ചെയ്യാൻ കവികളും സാഹിത്യകാരന്മാരും വിദൂഷകന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും പാടില്ല എന്ന് നിയമം ഉണ്ടാക്കിയവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത്. അതിരിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത നാളിൽ കേട്ട ഒരു വാർത്ത, ഏതോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കോപ്പി സൂക്ഷിച്ചിട്ടുണ്ട്, അതിൽ മതേതരത്വം ഇല്ല എന്നും പറഞ്ഞൊരു കോലാഹലം അടുത്ത കാലത്ത് കേട്ടു. എനിക്ക് തോന്നുന്നത് അത് ഈ ആദ്യത്തെ ഭരണഘടനയുടെ, അതിനാണ് ഡ്രാഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. ഈ ഭേദഗതികൾ വരുത്തിയത് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഡ്രാഫ്റ്റ് കോപ്പിയിൽ ഈ സാധനം ഇല്ലല്ലോ. 50-ൽ പാസ്സാക്കിയ ഭരണഘടനയിൽ മതേതരത്വവും സോഷ്യലിസവും എന്ന വാക്കില്ല. അപ്പം അത് പിന്നീട് ഈ 76-ൽ ഇരുട്ടിൽ എഴുതി ചേർത്തതാണ് എന്നർത്ഥം. പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ രസമൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ആ വകുപ്പ് ഇന്ന് നിലവിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇന്ദിരാഗാന്ധി എഴുതിയ, കോൺഗ്രസിൻ്റെ അധ്യക്ഷയും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയും എഴുതി ചേർത്ത ആ വകുപ്പ് ഇന്ന് നിലവിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. 2020-ലും 2022-ലും 2024-ലും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന മുഴുവൻ പേരും ജയിലിലല്ലേ? നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെ പറയാത്തവരാരാ? പറയാഞ്ഞ കുഞ്ഞുകുട്ടി സർവ്വ ആൾക്കാരും തെറി വിളിക്കല്ലേ? എല്ലാം ജയിലിലാകേണ്ടതല്ലേ? ജയിലിലാകാത്തത് എന്തുകൊണ്ടാണ്? ആരാ ജനാധിപത്യവാദികൾ? ആരാണ് ഫാസിസ്റ്റ്? ആരാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത്? ആരാണ് ഭരണഘടനയെ ദുരുപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവും കൂടെയാണ് ഇത്. അതുപോലെ ജഡ്ജിമാരെ പിരിച്ചുവിടുക, ഇഷ്ടം പോലെ പിരിച്ചുവിടാം, സീനിയർ ആളിനെ തരം താഴ്ത്താം, ജൂനിയർ ആളിന് കയറ്റം കൊടുക്കാം, ഒരു മാനദണ്ഡവും ഇല്ല എന്ന് വെച്ചാൽ തങ്ങൾക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുന്നവരെ മാത്രം ജുഡീഷ്യറിയുടെ തലപ്പത്ത് കൊണ്ടുവരുന്ന തരത്തിൽ നിയമങ്ങളെ മാറ്റി എഴുതി. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ 20 ദിന പരിപാടി, ആ 20 ദിന പരിപാടി എന്ന് പറഞ്ഞ സത്യത്തിൽ ഒരു കാര്യവും പുതിയതില്ല. മറ്റ് പല ഈ വികസന കാര്യങ്ങൾ, തൊഴിൽ, കൃഷി എന്നൊക്കെ ഇത് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യമാണ് പാർലമെൻറ്റിൽ. നിങ്ങൾ ഈ അഴിമതി ഇല്ലാണ്ടാക്കണം, നിങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, വ്യവസായ നയം ഇതൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ കക്ഷികൾ പാർലമെൻറ്റിൽ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം അത് ഞങ്ങളുടെ വകയാണ്, ഈ എട്ടുകാലി മമ്മൂഞ്ഞ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വകയാണ് എന്നുള്ള മട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേകം രാജ്യത്തിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനുള്ള 20 ദിന പരിപാടി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അന്നത്തെ കാലത്തെ റേഡിയോകളിൽ, റേഡിയോ ആണല്ലോ ആകെ ഉള്ളത്, കേൾക്കുന്ന ഒരു സാധനം, റേഡിയോയിൽ 20 ദിന പരിപാടി വിജയിക്കട്ടെ എന്നും പറഞ്ഞിട്ട് കഥാപ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും ഒരു തവണ ഈ കഥാപ്രസംഗവും പാട്ടുമൊക്കെ റേഡിയോയിൽ കൂടെ കേൾക്കുമായിരുന്നു.